ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെയ് 21 വ്യാഴാഴ്ച തിരഞ്ഞെടുത്ത് നിലവിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം സ്വന്തമായി കഴിഞ്ഞ മലയാള സിനിമയാണ് ദൃശ്യം 3. മോഹൻലാൽ നായകനായി ജിത്തു ജോസഫ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഈ സിനിമ 6ാം ദിവസമായ ആദ്യ ചൊവ്വാഴ്ചയിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ന് ഈ സിനിമ കേരളത്തിൽ പ്രീസെയിലായി അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ നേടിയെടുത്തിരിക്കുന്നത് 3,32,00,000 രൂപയാണ്. കേരളത്തിൽ ആദ്യ ചൊവ്വാഴ്ച ഏറ്റവും മികച്ച പ്രീസെയിൽ കളക്ഷൻ നേടിയെടുക്കുന്ന മലയാള സിനിമകളുടെ പട്ടികയിൽ ദൃശ്യം 3 4ാം സ്ഥാനത്താണ്. ആദ്യ സ്ഥാനത്തുള്ളത് എമ്പുരാനാണ്. എമ്പുരാൻ ആദ്യ ചൊവ്വാഴ്ച പ്രീസെയിലായി നേടിയെടുത്തിരുന്നത് 5,76,00,000 രൂപയും 2ാം സ്ഥാനത്തുള്ള തുടരും എന്ന മോഹൻലാൽ ചിത്രം 3,86,00,000 രൂപയുമാണ്. അതേസമയം ദൃശ്യം 3ക്ക് തൊട്ട് മുകളിൽ, അതായത് 3ാം സ്ഥാനത്ത് അടുത്ത കാലത്ത് ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത വാഴ 2 എന്ന സിനിമയാണ്. ഈ സിനിമ ആദ്യ ചൊവ്വാഴ്ച കേരളത്തിൽ പ്രീസെയിലായി നേടിയെടുത്തത് 3,73,00,000 രൂപയായിരുന്നു. 4ാം സ്ഥാനത്തുള്ള ദൃശ്യം 3ക്ക് തൊട്ട് പിന്നാലെ 5ാം സ്ഥാനത്തുള്ളത് ലോക ചാപ്റ്റർ 1 ചന്ദ്രയാണ്. ലോക ചാപ്റ്റർ 1 ചന്ദ്രയുടെ ചൊവ്വാഴ്ചയിലെ പ്രീസെയിൽ 2,83,00,000 രൂപയായിരുന്നു. ഇനി ഈ സിനിമയുടെ കേരള റെസ്റ്റ് ഓഫിന്റെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് വന്നാൽ, കേരളത്തിൽ ആദ്യ 4 ദിവസം കൊണ്ട്, അതായത് ഞായറാഴ്ച വരെ ഈ സിനിമ വീക്കെൻഡായി നേടിയെടുത്തത് 38,64,00,000 രൂപയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 25,11,00,000 രൂപയാണ് സ്വന്തമാക്കിയിരുന്നത്. അങ്ങനെ 63,74,00,000 രൂപയാണ് ഇന്ത്യൻ കളക്ഷൻ. 4 ദിവസം കൊണ്ട് വിദേശത്ത് നിന്ന് കളക്ട് ചെയ്തത് 78,36,00,000 രൂപയാണ്. അങ്ങനെ ലോകമെമ്പാടുമായി 142,10,00,000 രൂപയാണ് ആദ്യ 4 ദിവസം കൊണ്ട് സിനിമ സ്വന്തമാക്കിയിരുന്നത്. ഇനി 5ാം ദിവസം ഇന്നലെ തിങ്കളാഴ്ചയിലേക്ക് വന്നാൽ, ഇന്നലെ കേരളത്തിൽ 6,64,00,000 രൂപയാണ് സിനിമ കളക്ട് ചെയ്തത്. അങ്ങനെ 5 ദിവസം കൊണ്ട് കേരളത്തിൽ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 45,24,00,000 രൂപയാണ്. കർണാടകയിൽ ഇന്നലെ തിങ്കളാഴ്ച 56 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ആന്ധ്ര തെലങ്കാനയിൽ 74 ലക്ഷം രൂപയും തമിഴ്നാട്ടിൽ 52 ലക്ഷം രൂപയുമാണ് നേടിയെടുത്തിരിക്കുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 24 ലക്ഷം ഉൾപ്പെടെ ഇന്ത്യൻ കളക്ഷനായി സിനിമ നേടിയെടുത്തിട്ടുള്ളത് 8,70,00,000 രൂപയാണ്. വിദേശ കളക്ഷനായി ഇന്നലെ പ്രതീക്ഷിക്കുന്നത് 2 കോടി റേഞ്ചിലാണ്. ഇന്നലെ ദൃശ്യം 3 ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിരിക്കുന്നത് 10,70,00,000 റേഞ്ചിലാണ്. അങ്ങനെ ലോകമെമ്പാടുമായി ആദ്യ 5 ദിവസം കൊണ്ട് സിനിമ നേടിയെടുത്തിരിക്കുന്നത് 152 കോടിക്ക് മുകളിലാണ്. സൂര്യനായകനായി RJ ബാലാജി സംവിധാനം ചെയ്ത് മെയ് 15 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത് 300 കോടി ക്ലബിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന തമിഴ് സിനിമയാണ് കറുപ്പ്. ചിത്രം ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള 11 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ 128,50,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. കേരളത്തിൽ 12 ദിവസം കൊണ്ട് 11,60,00,000 കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി ആദ്യ 11 ദിവസം കൊണ്ട് 260 കോടിക്ക് മുകളിലാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. അരുൺ അനിരുദ്ധൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് മെയ് 14 വ്യാഴാഴ്ച തിരഞ്ഞെടുത്തി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത് മികച്ച വിജയം നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് അതിരടി. ചിത്രത്തിൽ ടോവിനോ തോമസ്, ബേസിൽ ജോസഫ്, വിനീത് ശ്രീനിവാസൻ, ദർശന രാജേന്ദ്രൻ, റിയ ഷിബു, സെറിൻ ഷഹാബ് എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമ 12ാം ദിവസം ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 70 ലക്ഷം രൂപയാണ്. അങ്ങനെ 12 ദിവസം കൊണ്ട് കേരളത്തിൽ 32,16,00,000 രൂപയാണ് സിനിമ നേടിയെടുത്തിട്ടുള്ളത്. സിനിമയുടെ ഞായറാഴ്ച വരെയുള്ള 11 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട് സിനിമയുടെ നിർമ്മാണ പങ്കാളി കൂടിയായ ബേസിൽ ജോസഫ് 60 കോടി പോസ്റ്റർ പുറത്തുവിട്ടിരുന്നു. നിലവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഈ സിനിമ ലോകമെമ്പാടുമായി 62 കോടി റേഞ്ചിലാണ് നേടിയെടുത്തിരിക്കുന്നത്. പെരുന്നാൾ പ്രമാണിച്ച്, അതായത് ഈദ് റിലീസായി മെയ് 28 തിയേറ്ററിലെത്തുന്ന മലയാള സിനിമയാണ് കാട്ടാളൻ. പോൾ ജോർജ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഈ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിൽ വരുന്ന ഈ സിനിമയിൽ ആന്റണി വർഗീസ് പെപ്പെ, സിദ്ദീഖ്, ജഗദീഷ്, കബീർ ദുഹാൻ സിംഗ്, തെലുങ്ക് താരം സുനിൽ, തുഷാര വിജയൻ, ഹനൻ ഷാ, പാർത്ത് തിവാരി, പിക്ചർ, ഹരിശങ്കർ നാരായണൻ, ഷാജി ഷഹീദ്, ആൻസൺ പോൾ എന്നിങ്ങനെ വളരെ മികച്ച ഒരു അഭിനയ നിരയാണ് അണിനിരന്നിരിക്കുന്നത്. ഈ സിനിമയുടെ കേരള പ്രീസെയിലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നിലവിൽ 75 ലക്ഷം രൂപ ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട്. അത്ര മികച്ച പ്രീസെയിലല്ല നിലവിൽ ഈ സിനിമയ്ക്ക് നേടിയെടുക്കാനായിട്ടുള്ളത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.